ഹലോ എവ്രിവൺ, നമ്മളിന്ന് പോകുന്നത് ഖത്തർ റേസിംഗ് ആൻഡ് എക്വസ്ട്രിയൻ ക്ലബിലേക്കാണ്, ഹോഴ്സ് റേസിംഗ്. അപ്പോൾ പോയാലോ? ഹലോ, ഹായ്, നമസ്കാരം. ഞാനിപ്പോൾ ഖത്തർ റേസിംഗ് ആൻഡ് ഇക്വസ്ട്രിയൻ ക്ലബിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇവിടത്തേക്ക് മെട്രോ ആക്സസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ക്യാബ് എടുത്തിട്ടാണ് വന്നത്. 11 o'clockനാണ് റേസിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഞാൻ ലേറ്റായി പോയി. എത്രത്തോളം മിസ്സായിട്ടുണ്ടെന്ന് അറിയില്ല. 11 to 5 വരെ 10ഓളം റേസസ് ഇന്ന് നടക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. റേസിൻ്റെ വിവരങ്ങൾ QRECയുടെ വെബ്സൈറ്റിൽ അറിയാൻ പറ്റും നമുക്ക്. ഞാനിപ്പോൾ നടന്ന് പുറത്തുനിന്ന് വന്ന റീസൺ എനിക്കിതെല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്വന്തം വണ്ടിയിൽ വരുന്നവരാണെങ്കിൽ വണ്ടി അകത്ത് പാർക്ക് ചെയ്യാനായിട്ട് ആമ്പിളായിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. വണ്ടി അകത്ത് പാർക്ക് ചെയ്തിട്ട് പോകാവുന്നതേ ഉള്ളൂ. സോ ഇതാണ് നമ്മുടെ റേസിംഗ് നടക്കുന്ന മെയിൻ അറീന. അൽ റയാൻ റേസിംഗ് ട്രാക്കാണിത്. ഇതിന് പിറകിലായിട്ടാണ് വ്യൂയിങ് ഗാലറിയും കാര്യങ്ങളെല്ലാം വരുന്നത്. നൂറ്റാണ്ടുകളായിട്ട് ഖത്തറിൻ്റെ കൾച്ചറിൻ്റെ ഭാഗമാണ് ഹോഴ്സ് റേസിങ്ങും ഹോഴ്സ് ബ്രീഡിങ്ങും എല്ലാം. 1975 ഒഫീഷ്യലി QREC, അതായത് ഖത്തർ റേസിംഗ് ആൻഡ് എക്വസ്ട്രിയൻ ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഖത്തറിൻ്റെ ഡൊമസ്റ്റിക് ആൻഡ് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഹോഴ്സ് റേസസ് എല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് QREC ആണ്. ഇന്നിപ്പോൾ ഇവിടെ ഒരു ഡൊമസ്റ്റിക് ഇവൻ്റ് ആണ് നടക്കുന്നത്. വരാൻ ലേറ്റ് ആയതുകൊണ്ട് ആദ്യത്തെ റേസ് എനിക്ക് മിസ്സായിപ്പോയി. ഇപ്പം രണ്ടാമത്തെ റേസിനുള്ള പ്രിപ്പറേഷൻസ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഹിസ് എക്സലൻസി ഷെയ്ഖ് ജവാൻ ബിൻ ഹമദ് അൽത്താനി റൈഫിൾ ഡേ, ഇന്നത്തെ ഡേക്ക് അവർ ഇട്ടിരിക്കുന്ന പേരാണ്. ഒരു സാധാരണ സ്പോർട്സ് ഇവൻ്റ് പോലെ അങ്ങനെ വല്ല ബഹളങ്ങളോ ആർപ്പുവിളികളോ റഷോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല. കംപ്ലീറ്റ്ലി പീസ്ഫുൾ ആൻഡ് കാമാണ്. ഫാമിലീസൊക്കെ ആയിട്ട് വരാൻ പറ്റിയ ഒരു സ്പോർട്സ് ഇവൻ്റ് കൂടിയാണ്. ഫാമിലീസിനെന്ന് പറയുമ്പോൾ ഇപ്പോൾ കുട്ടികളായിട്ട് വരികയാണെങ്കിൽ കുട്ടികൾക്ക് പറ്റിയ ഫൺ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എനിക്കത് കംപ്ലീറ്റ്ലി ഷൂട്ട് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇതേപോലെ റാൻഡം ക്ലിപ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആർട്ട് വർക്കിൻ്റെ ഫൺ ആക്ടിവിറ്റീസാണ്. ആർട്ട് വർക്ക് കൂടാതെ ഹോഴ്സ് റൈഡിങ്, ടോയ് ഹോഴ്സസ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ പാരൻസിൻ്റെയും കുട്ടികളുടെയും പ്രൈവസി മാനിച്ച് ഞാൻ അതൊന്നും ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. ഖത്തറിലെ റേസിംഗ് സീസൺ എന്ന് പറയുന്നത് എല്ലാ വർഷവും ഒക്ടോബർ ടു ഏപ്രിൽ ടൈമിലാണ്. ആ ടൈമിൽ തന്നെയാണ് ഇവിടെ വിൻ്റർ, ആ ഒരു കൂൾ ക്ലൈമറ്റ് ഉള്ളത്. അതുകൊണ്ടായിരിക്കണം. മേജർ ആൻഡ് ഇൻ്റർനാഷണൽ ഇവൻറ്റ്സ് അല്ലാതെ ഒട്ടുമിക്ക ഡൊമസ്റ്റിക് ഇവൻറ്റ്സിനും എൻട്രി ഫ്രീ ആണ്. തറോ ബ്രെഡ്, പ്യുവർ അറേബ്യൻ ബ്രീഡ്, അങ്ങനെ 2 കാറ്റഗറിയിലുള്ള ഹോഴ്സസിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള റേസസ് ആണ് മോസ്റ്റ്ലി നടക്കാറ്. ഇപ്പോൾ ഇവിടെ നടക്കാൻ പോണത് തറോ ബ്രീഡ് ആയിട്ടുള്ള ഹോഴ്സസിൻ്റെ റേസാണ്. ഈ കാണുന്ന ഹോഴ്സസ് എല്ലാം 3 to 4 years ആ റേഞ്ചിൽ വരുന്നതാണ്. അപ്പം ഏജ് ഗ്രൂപ്പ് അനുസരിച്ചും അതുപോലെ തന്നെ ഹോഴ്സിൻ്റെ സെക്സ് അനുസരിച്ചും വെയ്റ്റ് കാറ്റഗറിയിൽ ഈ നമ്മുടെ അത്ലറ്റിക്സ് പോലെ തന്നെ വെയ്റ്റ് കാറ്റഗറിയിൽ കൺസെഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞാനിനിപ്പോൾ റേസ് കാണാനായിട്ട് ഗാലറിയിലോട്ട് പോവാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതൊക്കെ VIP ലൗഞ്ചസ് ആണ്. യൂറോപ്യൻസും GCC സിറ്റിസൺസും ഒക്കെ റേസ് കാണാനും റേസ് പങ്കെടുക്കാനും വരുന്നവരുണ്ട്. അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്തിരിക്കുന്നതാണിത്. ഇപ്പോൾ ഈ മുന്നിൽ കാണുന്നത് ഈ ഹോഴ്സിനെ നടത്തിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 റീസൺ ഉണ്ട്. ഒന്ന്, കാണികൾക്ക് ഹോഴ്സസിനെ ഓരോരുത്തരായിട്ട് കാണാനും ഹോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒരു വാമപ്പ് ആണ്. ഈ ഹോഴ്സ് ഒരുപാട് നേരം നിന്നിട്ടാണ് വരുന്നത്. അപ്പം ഡയറക്റ്റ് റേസിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ മസിൽ സ്പാസം ഒക്കെ വരുന്നത് കൊണ്ട് ഒരു വാമപ്പ് പോലെ ഒരു 3 റൗണ്ട്സ് ഇതിനെ ഇങ്ങനെ നടത്തിച്ചതിന് ശേഷം മാത്രമേ റേസിലേക്ക് കൊണ്ടുപോകാറുള്ളൂ. ഇവിടെ വരുമ്പോൾ ആക്ച്വലി കുതിരയൊക്കെ ഒന്ന് തൊടണമെന്നും കൂടെ ഒന്ന് വീഡിയോ എടുക്കണമെന്നും ഒക്കെ ഉള്ളൊരു ആഗ്രഹമൊക്കെ ആയിട്ടാണ് വന്നത്. പക്ഷേ ഒന്നാമത്തെ റീസൺ അവർ സ്റ്റേബിൾസിലോട്ട് ഇന്ന് എൻട്രി ഇല്ല ഇവൻ്റ് നടക്കുന്നത് കൊണ്ട്. രണ്ടാമത്തെ റീസൺ ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യത്തിൽ അവർ തൊടാൻ സമ്മതിക്കത്തുമില്ല. ഞാൻ ഇവിടെ വരുന്നൊരു കൗതുകത്തിൽ ഇതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്തായിരുന്നു. അപ്പം റിസർച്ചിൽ അറിയാൻ കഴിഞ്ഞത് ഈ ഓരോ കുതിരയുടെയും വില വരുന്നത് തറോ ബ്രീഡിനൊക്കെ 500,000 റിയാലൊക്കെയാണ്. അതും ഇതിന് അപ്കീപ്പ്, അതായത് ഇതിന് ചിലവ് വരുന്ന കോസ്റ്റൊക്കെ തന്നെ
25,000 റിയാലൊക്കെ പെർ മന്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഈ നടക്കാൻ പോണ റേസിൻ്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് $100,000 ആണ്. വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന റേറ്റ് ആണ്. അതുപോലെ തന്നെ ട്രെയിനേഴ്സിനും ഇത് റൈഡ് ചെയ്യുന്ന റൈഡേഴ്സിന് ജോക്കി എന്നാണ് പറയുന്നത്, അവർക്കും സ്പെസിഫിക് പ്രൈസ് മണീസ് ഉണ്ട് വിൻ ചെയ്യുന്നതിന്. ഇപ്പോൾ റേസ് സ്റ്റാർട്ടായിട്ടുണ്ട്. ക്യാമറയുടെ ലിമിറ്റേഷൻസ് കൊണ്ടാണ് സൂം ചെയ്യുന്നത് അത്ര ശരിയാവാത്തത്. നല്ല ഡിസ്റ്റൻസിൽ നിന്നാണ് ഹോഴ്സസ് എല്ലാം ഓടി വരുന്നത്. അപ്പം നമുക്ക് ഇപ്പം അടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു വേഗമായിട്ട് കാണാൻ പറ്റും ആ ഗ്രൂപ്പ് ഇങ്ങനെ ഓടി വരുന്നത്. നമ്മൾ വിഷ്വലിൽ കാണുമ്പം ഇത് ഭയങ്കര സ്പീഡിൽ ഓടി വരുന്ന നമുക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഇത് നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എഫേർട്ട് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടാണ് ആ റൈഡറും ആ ഹോഴ്സും ആ റേസിൽ ഇൻവോൾവ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ആ ഗ്രൂപ്പിന് എസ്കോർട്ടായിട്ട് ഒരു ആംബുലൻസും 2 SUVയും കൂടെ തന്നെ പോകുന്നുണ്ട്. റേസിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഫാസ്റ്റ് നമ്പർ പാട്ടൊക്കെ ഇട്ട് ചിയറൊക്കെ ചെയ്ത് തന്നെ. ഇവിടെ ഇപ്പോൾ ചിയർ ഗേൾസ് ഒന്നുമില്ല. അറബിയിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ചിലപ്പോൾ വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ അത് 5-ാം നമ്പർ കുതിര ജയിച്ചിരിക്കുന്നു എന്നായിരിക്കും പറയുന്നത്. എന്തായാലും ആ ഒരു ഫസ്റ്റ് റേസ് കഴിഞ്ഞിട്ടുണ്ട്. കുതിര നമ്പർ 5 ജയിച്ചിരിക്കുന്നു. ആ നടന്നു വരുന്ന കുതിരയും കുതിരക്കാരനുമാണ് ജയിച്ചിരിക്കുന്നത്. പുള്ളി ഒരു രക്ഷയില്ലാത്ത റേസ് തന്നെയായിരുന്നു, പറയാതിരിക്കാൻ വയ്യ. പറയാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ പൊസിഷൻ എൻഡിൽ ലാസ്റ്റ് മിനിറ്റ് വരെയും എൻഡിലായിരുന്നു. കൺസിസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഫൈനൽ മിനിറ്റിൽ പുള്ളി റേസ് ചെയ്ത് കയറി വിജയിച്ചു. വളരെ നല്ലൊരു ടാക്ടിക്കായിരുന്നു അത്. ഇതിപ്പോൾ 3ാമത്തെ റേസാണ്. ആദ്യത്തെ 2 റേസും ജയിച്ചത് ഒരേ ട്രെയിനറിൻ്റെ ഹോഴ്സസ് ആണ്. 3ാമത്തെ റേസും പുള്ളി ജയിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. ഇതിപ്പോൾ ഒരു ഓപ്പൺ സ്പ്രിൻ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലുള്ള റേസാണ്. ഇതും തറോ ബ്രീഡ് തന്നെയാണ്. ഇതിൻ്റെയും പ്രൈസ് മണി $100,000 ആണ് വരുന്നത്. ഇത് നേരത്തേലും കുറച്ചുകൂടി ലോങ്ങർ ആയിട്ടുള്ള ട്രാക്കാണ്. പിന്നെ 3ാമത്തെ റേസൊക്കെ ആയി തുടങ്ങിയപ്പോഴത്തേക്കും തന്നെ കാണികൾക്ക് കുറച്ചുകൂടി ആവേശമൊക്കെ വന്നു തുടങ്ങി, കുറച്ച് ബഹളമൊക്കെ ആയി തുടങ്ങി. ഇവിടെ റേസിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല വാശിയേറിയ രീതിയിലാണ് റേസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, എല്ലാവരും വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ തന്നെ ഇഞ്ചോടിഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എഗെയിൻ നമ്മൾ നേരത്തെ ജയിച്ച അതേ റേസർ തന്നെ വീണ്ടും ജയിച്ചിട്ടുണ്ട്. ഓരോ റേസ് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ സമ്മാനദാനമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ റേസിൻ്റെ വിജയിച്ചിരിക്കുന്ന ഹോഴ്സിൻ്റെ ഉടമയാണിത്. അൽത്താനി എന്നാണ് പേര് പറഞ്ഞത്. അപ്പം റൂളിംഗ് ഫാമിലിയിലെ ഒരു മെമ്പർ ആയിരിക്കണം. അടുത്തതിപ്പം പ്രൈസ് കളക്ട് ചെയ്യാൻ പോകുന്നത് ആ ഹോഴ്സിൻ്റെ ട്രെയിനറാണ്. അദ്ദേഹം ട്രെയിൻ ചെയ്ത ഹോഴ്സസ് ആണ് ആദ്യത്തെ 3 റേസും ജയിച്ചിരിക്കുന്നത്. റേസ് കാണാൻ വരുമ്പോൾ കഴിവതും ഗ്രൂപ്പായിട്ട് വരുന്നതാണ് ഏറ്റവും ബെറ്റർ. ഞാനത് പറയാൻ കാരണം സാധാരണ സ്പോർട്സ് ഇവൻറ്റ്സ് പോലെ അത്ര വലിയ ഹൈയോ ബഹളോ എൻ്റർടൈനിങ്മെൻറ്റോ നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു റേസ് നടക്കുമ്പോൾ ഉള്ള ഒരു ആവേശം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ വീണ്ടും സറൗണ്ടിങ്സ് മൊത്തത്തിൽ കാമാവും. അപ്പോൾ ഒറ്റയ്ക്കാകുമ്പോഴത്തേക്കും കുറച്ച് ബോറടിക്കാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും റിമാർക്സോ പറയാനുണ്ടെങ്കിൽ അത് കമൻസിൽ അറിയിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ദിസ് ഇസ് മീ ആലിഫ് സൈനിങ് ഓഫ്.